ഹായ് ഫ്രണ്ട്സ്, ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ ഇഫ്താർ പാർട്ടിക്ക് ഞങ്ങൾ പോവുകയാണ്. കാസർഗോഡ് വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ പാർട്ടി വെച്ചേക്കുന്നത്. നോമ്പുതുറ ഈ പ്രാവശ്യം കാസർഗോഡാണെന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ പോയിരിക്കുന്നത്. സിറ്റി ടൗണിലാണ് ഞങ്ങളുടെ പാർട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ സംസാരിക്കുന്നത് MD ആണ്. MDയുടെ ക്യാമറ പിടിക്കാൻ പേടിയായതുകൊണ്ട് താത്തി പിടിക്കാൻ സാറിൻ്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഒരു ഗുഡ് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേട്ട് കയറുകയാണ്. ഒരുപാട് നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് 7th ഫ്ലോറിലാണ് നമ്മുടെ പാർട്ടി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 7th ഫ്ലോറിൽ പോകാനായിട്ട് ലിഫ്റ്റിലാണ് പോകാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ക്യാമറ കൊണ്ടേ കയറുകയാണ്, ഒരു നാണവും ഇല്ലാണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ 7th പാർട്ടി ഹാളിൽ ഞങ്ങൾ കയറുകയാണ്. പാർട്ടി ഹാളിൽ കയറുമ്പോഴത്തേനും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അണിയാസറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡോക്ടേഴ്സ്, കാഷ്വാലിറ്റിയിലെ ഡോക്ടേഴ്സ് മല്ലിഫ മാം, ഗീതാഞ്ജലി മാം, കാഷ്വാലിറ്റിയിലെ സ്റ്റാഫൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ നമ്മുടെ ജയമോൾ സിസ്റ്റർ, HR, നിതിൻ സാറ് എല്ലാവരും ഇരിപ്പുണ്ട്. സാറിൻ്റെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എങ്കിലും ഞാൻ കൂട്ടാക്കിയിട്ടില്ല. എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പോയി അപ്പുറം പോയി കഴിക്കുന്നതാണ് ഞങ്ങളുടെ ജയമോൾ സിസ്റ്റർ. നഴ്സിംഗ് സൂപ്രണ്ടാണ് ഞങ്ങളുടെ കേട്ടോ. നല്ല കമ്പനിയാണ് സിസ്റ്റർ. ഞങ്ങൾ സിസ്റ്റർ എന്നല്ല വിളിക്കുന്നത്, ചേച്ചി എന്നാണ്. ഇത് ഞങ്ങളുടെ കാഷ്വാലിറ്റി മാമാണ്, മല്ലിഫ മാം. എന്തോ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മാം എനിക്കൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മാം പോസ് ചെയ്ത് തരികയാണ്. എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. കാഷ്വാലിറ്റി സ്റ്റാഫാണ് ഇതൊക്കെ. മാം ഗീതാഞ്ജലി മാം നമ്മുടെ പീഡിയാട്രിക് ഡോക്ടറാണ് കേട്ടോ. അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഫോട്ടോ പോസ് കൊടുത്ത് മാമിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് എടുത്തുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. ഒത്തിരി ഫോട്ടോസ് അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു കേട്ടോ. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് കുറവായത് കാരണം ഒത്തിരി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയോ മിഥുൻ സാറിന് ഞങ്ങളുടെ അടുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ HR ആണ് സൗമ്യ. മാം എന്തോ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. വായി നിറയെ കുത്തി കയറ്റിയിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നന്നായിട്ട് കഴിക്കുന്നെങ്ങാണ്ടാണ് പറയുന്നത്. പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ്. നല്ല ടേസ്റ്റി ഫുഡാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഹാളിൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ കാസർഗോഡ് ആയത് കാരണം നമ്മൾ ഒരുപാട് സ്റ്റാഫിനൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ വരാൻ പറ്റിയിട്ടുള്ളൂ. അവർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കഴിക്കുന്നൊരു ഫോട്ടോസൊക്കെ എടുത്ത് അവസാനം എന്ന് വെച്ചാൽ ജയമോൾ ചേച്ചിനേക്കാളും വലിയ ഐസ്ക്രീമൊക്കെ ചേച്ചി കഴിക്കുന്നത് നമ്മുടെ മിഥുൻ സാറിൻ്റെ മോളാണ്. അവളെല്ലാ പ്രാവശ്യം എൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കാൻ കൂടായിരുന്നു. ഇപ്രാവശ്യം എന്തോ അവൾക്കൊരു മടിയാണ്. ഞങ്ങളിനിപ്പോൾ തിരിച്ച് പോകാനായി ഇറങ്ങി. അതിൻ്റെ ഭംഗി ഞങ്ങളൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരുപാട് ഫോട്ടോസുകളെടുത്ത് ഇതാണ് ഞങ്ങളുടെ DH ഹോസ്പിറ്റലിൽ. അവിടെ ഫ്ലെക്സിൽ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഞങ്ങളുടെ പാർട്ടിയാണ് അവിടെ നടക്കുന്നത് വെച്ചത്. കാഷ്വാലിറ്റി കുട്ടിയാണ്. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഫോട്ടോ ഇത്ര ക്ലിയർ ആയിട്ടില്ല, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പം എനിക്കത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പറഞ്ഞ ഫോട്ടോസൊക്കെ എടുത്ത് ജയമോൾ ചേച്ചി ഞങ്ങൾ മോളേൻ്റെ അകത്തൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച്. പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോസാണ് ഞാനും എൻ്റെ ദീദും കൂടിയിട്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, എവിടെ പോയാലും അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പോകുന്നതേ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയൊക്കെയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ വേറെന്താണ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കാറ് ഫസ്റ്റ് പോയ കാർ ഞങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ മാനേജറിൻ്റെ കാറിൽ തന്നെ വരികയാണ്. മാമുണ്ട്, കുട്ടികളും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് 2-3 ആൾക്കാരും കൂടി അതിൻ്റെ അകത്ത് കയറി. ഒരു കാറിലെ ആൾക്കാർ ഞങ്ങൾ നേരത്തെ പോയി. അങ്ങനെ മോൾ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഒരു 2 ഫോട്ടോസൊക്കെ എടുത്ത് അവൾ പിന്നെ ഒത്തിരി കമ്പനി ആയിട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ DH ഫാമിലി.